നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. കൈനറ്റിക് തിയറി ഓഫ് ഐഡിയൽ ഗ്യാസ്. കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ചലനത്തെ ആസ്പദമാക്കിയിട്ടുള്ള തിയറിയാണ്. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചലനം. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് കൈനറ്റിക് തിയറി. അപ്പം ഇതിന് കുറച്ച് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയും, ഊഹങ്ങൾ, പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി എന്ന് പറയും. അപ്പം നമ്മളതാണ് കാണാൻ പോകുന്നത്. ഒരു 7 കാര്യങ്ങളാണ് എന്താണ് കൈനറ്റിക് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. എന്താണ് ആ പോസ്റ്റുലേറ്റ്സ് എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് ഈ ചിത്രത്തിനൊന്ന് പരിചയപ്പെടാം. ഇതൊരു ഗ്യാസ് മോളിക്യൂൾസാണ്. ഈ ഓടി നടക്കുന്നതെല്ലാം ഗ്യാസ് മോളിക്യൂൾസാണ്. ഇതൊരു കണ്ടെയ്നറിനകത്ത് കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഇരിക്കുകയാണ്. നോക്കിക്കേ, ഈ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതടവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിർത്താണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ മോളിക്യൂൾസിനെ കുറിച്ചാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. ഈ മോളിക്യൂൾസ് എങ്ങനെയാണ്? ഈ കാണുന്ന ഓരോരോ സ്ഫിയേഴ്സും കണ്ടോ. But the molecules of the gas are hard, smooth, perfectly elastic. 2 തരത്തിലുള്ള കൊളീഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും. ഇപ്പോൾ ഇത് ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് പോലത്തെ, നമ്മൾ വലിച്ചു വിട്ടാൽ തിരിച്ച് പഴയ സ്ഥലത്ത് വരുന്നതിനെയാണല്ലോ നമ്മൾ ഇലാസ്റ്റിക് എന്ന് പറയുക. അപ്പോൾ അതേപോലെ ഇവിടെ പോയി ഇടിച്ചാൽ ആ ഇടിക്കുന്ന പോലെ തന്നെ മടങ്ങുക. ഏത് വേഗതയിലാണോ പോയി ഇടിച്ചത് അതേ വേഗതയിൽ തിരിച്ചു മടങ്ങുക. അതിനെയാണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുക. അപ്പം മോളിക്യൂൾസിൻ്റെ സ്വഭാവം എന്താ? അവർ ഹാർഡാണ്, അവർ സ്മൂത്താണ്. മാത്രവുമല്ല ഈ സ്ഫിയേഴ്സ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്ഫിയറാണ്. ഇലാസ്റ്റിക് സ്ഫിയർ ആണെങ്കിലാണ് ഇടിച്ചു കഴിഞ്ഞാൽ അതേ വേഗതയിൽ മടങ്ങുള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. ദ മോളിക്യൂൾ ഓഫ് ഗ്യാസസ് ആർ ഹാർഡ്, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്ഫിയർ. രണ്ടാമത്തെ എന്താണെന്ന് നോക്കാം. നോക്കൂ, അടുത്തത് ഇതാണ്. ഈ 2 മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം. ഈ 2 മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള അകലം, അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റിൻ്റെ പ്രാധാന്യം. നോക്കാം. ദ മോളിക്യൂൾസ് ആർ സപ്പോസ് ടു ബി പോയിന്റ് മാസസ്. പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് നമ്മൾ 1 ഡയമെൻഷണൽ മോഷനിൽ കേൾക്കുന്ന പദമാണ് പോയിന്റ് ഓബ്ജക്റ്റ്. അത് തന്നെയാണ് പോയിന്റ് മാസസ് എന്നുദ്ദേശിച്ചാലും വരുന്നത്. എന്താണ് ആ പോയിന്റ് ഓബ്ജക്റ്റിൻ്റെ അർത്ഥം? The size of the molecule being negligible compared to the distance between them. Point object നമ്മൾ ഇങ്ങനെ തന്നെയാണ് പഠിച്ചിരുന്നത്. Size of the object is negligible compared to the distance traveled എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇവിടെ അതിന് പകരം ഈ 2 മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ദൂരം ഈ മോളിക്യൂൾസിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ദൂരമാണ് വളരെ കൂടുതൽ. ഈ മോളിക്യൂളും ഈ മോളിക്യൂളും തമ്മിലുള്ള അകലമാണ് ഇത്രയും. പക്ഷേ ഈ മോളിക്യൂൾ നമ്മളിതിപ്പോൾ ഒരുപാട് വലുതാക്കി കാണിച്ചിട്ടാണ് ഇത്രയും വലുപ്പത്തിൽ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ റേഡിയസ് എന്നൊക്കെ പറയുന്നത് മൈക്രോമീറ്റർ, ആ ഓർഡറിലാണ് ഇതിൻ്റെ റേഡിയസ് കിടക്കുന്നത്. മൈക്രോ എന്ന് പറയുന്നത് ഫെർമിയുടെ ഓർഡറിൽ വരും. -12 മീറ്ററൊക്കെ വരും. അത്രയുമേ ഉള്ളൂ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം അത്രയും ചെറുതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഫേസ് പൗഡറിൻ്റെ ഒരു ചെറിയ നേർത്ത കണിക പോലും ഇത് എത്രയോ വലുതാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അത്രയും അറ്റോമിക് സ്കെയിലിലുള്ളതാണ്. പക്ഷേ നമ്മളിത് ചിത്രത്തിൽ ഇതിനെ വലുതാക്കി കാണിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു കുത്തെന്ന് പറഞ്ഞാൽ അത്ര പോലും ഇല്ല. ഒരു കുത്ത്, നമ്മൾ പേന കൊണ്ടൊരു കുത്തിട്ട് കഴിഞ്ഞാൽ അത്ര പോലും ഇല്ല ഇത്. അപ്പം അതും ഇവരുടെ ഇടയിലുള്ള അകലം കൂടെ നോക്കുമ്പോൾ ഈ അകലം വളരെ വലുതാണ്. ക്ലിയർ? ദ മോളിക്യൂൾസ് ആർ സപ്പോസ് ടു പോയിന്റ് മാസസ്, ദ സൈസ് ഓഫ് ദ മോളിക്യൂൾ ബീങ് നെഗ്ലിജിബിൾ. എന്ന് പറഞ്ഞാൽ നമുക്കത് കണക്കിലെടുക്കേണ്ട കാര്യമില്ല, ഒഴിവാക്കാം.
കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അവരുടെ ഇടയിലുള്ള ദൂരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് വളരെ ചെറുതാണെന്ന് നമുക്ക് ചിന്തിക്കാം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. The molecules are in a state of random motion and moving with all possible velocities in all possible directions. അപ്പോൾ എന്താ ഇതുണ്ടോ, ഓരോ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നുണ്ടോ? ഓരോരോ മോളിക്യൂൾസിൻ്റെ മുകളിൽ ഓരോ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഈ ആരോ മാർക്ക് എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? ഇവരുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി നമുക്കറിയാലോ. ഇവരെ ഞാൻ പറഞ്ഞു ഇതേപോലെ ഇവർ ഓടി നടക്കുക ചെയ്യുക. അപ്പോൾ ഓരോ സമയത്തും ഇതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഏതെല്ലാം തരത്തിൽ പോകാമോ ആ തരത്തിലൊക്കെ അവർ പോകും. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് വെലോസിറ്റീസ് കാണും, ഒരുപാട് ഡയറക്ഷനും കാണും. ദേ ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ. റാൻഡം എന്ന് പറഞ്ഞാൽ എന്താ? നിർത്താണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. അതിനെയാണ് നമ്മൾ റാൻഡം മോഷൻ എന്ന് പറയുക. മൂവിങ് വിത്ത് ഓൾ പോസിബിൾ വെലോസിറ്റീസ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ്. മൂന്നാമത്തെ കാര്യം മനസ്സിലായോ? അടുത്തത് നാലാമത്തെ കേസ് എന്താ? ഡ്യൂറിങ് ദ മോഷൻ ദേ കൊളൈഡ് വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നിങ് വെസൽ. ദീസ് കൊളീഷൻസ് ആർ ഇലാസ്റ്റിക്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റുലേറ്റ് ആണ്. ഇവരുടെ ചലിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ രണ്ട് തരത്തിലുള്ള കൊളീഷനാണ്. ഒന്ന് കൂട്ടിമുട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടും, ചുമരിൽ മുട്ടും. എന്താ കണ്ടോ, ആ ഒരു സ്പാർക്ക് പോലെ കാണിക്കുന്നുണ്ട്. ചുമരിൽ മുട്ടുമ്പോൾ അതാ ഒരു ഫ്ലാഷ് പോലെ കാണിക്കുന്നുണ്ട്. യെല്ലോ ഫ്ലാഷ് പോലെ ശ്രദ്ധിച്ചാൽ കാണാം. കൂട്ടത്തിലിടിക്കുമ്പോഴൊരു ഫ്ലാഷ് കാണുന്നു, ചുമരിലിടിക്കുമ്പോഴൊരു ഫ്ലാഷ് കാണുന്നുണ്ട്. ഈ ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തങ്ങളിലും ഇടിക്കുന്നുണ്ട്, ചുമരിനും പോയി ഇടിക്കുന്നുണ്ട്. അതാണ് നാലാമത്തെ കാര്യം. ഡ്യൂറിങ് ദ മോഷൻ ദേ കൊളൈഡ് വിത്ത് വൺ അനദർ. വൺ അനദർ എന്ന് പറഞ്ഞാൽ ഒരാളും മറ്റൊരാളുമായിട്ട് ഇടികൂടുക. ആൻഡ് ഓൾസോ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നിങ് വെസൽ എന്ന് പറഞ്ഞാൽ എന്താ? ചുമരിൽ പോയിട്ടിടിക്കുന്നുണ്ട്. മാത്രവുമല്ല ദ കൊളീഷൻസ് ആർ ഇലാസ്റ്റിക്. ഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത ബൗൺസ് ബാക്ക് ചെയ്യുന്നത് ഒരേ വെലോസിറ്റിയിലായിരിക്കും, ഡയറക്ഷൻ മാത്രമേ മാറുള്ളൂ. അടുത്തത് എന്താണെന്ന് നോക്കാം. ബിറ്റ്വീൻ ദ സക്സസീവ് കൊളീഷൻസ്. എന്താ അതിൻ്റെ അർത്ഥം? രണ്ട് കൂട്ടിയിടിയുടെ ഇടയിൽ ദ മോളിക്യൂൾസ് മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻസ് വിത്ത് യൂണിഫോം വെലോസിറ്റി. നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇത്രയും നീളം വരച്ച് കാണിക്കാൻ മാത്രം നീളവും വരച്ച് കാണിക്കാൻ മാത്രം ഡിസ്റ്റൻസ് ഒന്നും ഇവിടെ കാണുകയില്ല. കാരണം ഇടിയോടിടിയാണ്, റാൻഡം കൊളീഷനാണ്. ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻ ദ മോളിക്യൂൾസ് മൂവ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. വെലോസിറ്റി മാറാനുള്ള ഗ്യാപ്പില്ല, കാരണം അത്രയും ഫാസ്റ്റാണ് അടുത്ത ഇടി. The distance traveled between two successive collisions is called free path. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വാക്കാണ്, ഫ്രീ പാത്ത്. എന്താ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ? രണ്ട് സക്സസീവ് കൊളീഷൻ, ഒരു കൊളീഷൻ കഴിഞ്ഞ് അടുത്ത കൊളീഷൻ്റെ ഇടയിലുള്ള ദൂരം. ഇനി ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ലെങ്കിൽ മലയാളത്തിൽ എഴുതാം. എന്താണ് ഫ്രീ പാത്ത്? രണ്ട് സക്സസീവ് കൊളീഷൻസിൻ്റെ ഇടയിൽ, ബിറ്റ്വീൻ, ഇടയിലുള്ള ദൂരം, ഡിസ്റ്റൻസ്. ഇനി ഒരുപാട് ഫ്രീ പാത്തുകൾ ഇതിലുണ്ടാവും. ഈ എല്ലാ ഫ്രീ പാത്തുകളെയും കൂടെ എടുത്ത് അതിൻ്റെ ആവറേജ് കണ്ടാലോ? മീൻ ഫ്രീ പാത്ത്. ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സക്സസീവ് കൊളീഷൻസ് ഇസ് നോൺ ആസ് മീൻ ഫ്രീ പാത്ത്. അപ്പോൾ ഫ്രീ പാത്തിൻ്റെ മീൻ എന്ന് പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. അത് ലാംഡ എന്നുള്ളൊരു സിമ്പിൾ കൊണ്ടാണ് പറയുക, മറക്കണ്ട. അത് സിമ്പിൾ ലാംഡ. എന്താണ് അതിൻ്റെ അർത്ഥം? ഫ്രീ പാത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? രണ്ട് സക്സസീവ് കൊളീഷൻസിൻ്റെ ഇടയ്ക്കുള്ള ദൂരം. ഇതവിടെ ഒരു ട്രയാങ്കിൾ പോലെ വരച്ച് കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണില്ലേ, മായുന്നു വരുന്നു, മായുന്നു തെളിയുന്നു. കാരണം എപ്പോഴും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ വരയ്ക്കുന്ന ആ ലൈൻസാണ് ഫ്രീ പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എല്ലാം മീനാണ് മീൻ ഫ്രീ പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് മീൻ ഫ്രീ പാത്ത് എങ്ങനെ കാണാം?
ഇപ്പോൾ D1, D2, D3, D4 അങ്ങനെ n ഫ്രീ പാത്ത് നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക. അതായത് n പ്രാവശ്യം ഇടിച്ചു, n ഇടികളുണ്ടായി. ഒരു ഇടി കഴിഞ്ഞു, അടുത്ത ഇടി, അങ്ങനെ n ഇടികളാണ് ഉണ്ടായത്. ഈ ഓരോ ഇടിയുടെയും ഇടയിലുള്ളതാണ് ഈ ഡിസ്റ്റൻസ്. D1, D2 ഇതെല്ലാം ഓരോ ഫ്രീ പാത്ത്. ഇത് ആദ്യത്തെ ഇടിയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് D1, രണ്ടാമത്തത് D2. ആ ഡിസ്റ്റൻസുകൾക്ക് പറയുന്ന പേരെന്താണ്? ഫ്രീ പാത്ത്. അങ്ങനെ എത്ര ഇടി ഇടിച്ചു? n ഇടികൾ ഇടിച്ചു. എത്ര ഇടി ഇടിച്ചു? n ഇടി. അപ്പം ടോട്ടൽ എല്ലാ ഫ്രീ പാത്തും കൂടെ കൂട്ടി n എണ്ണം കൂടെ കൂട്ടി n കൊണ്ട് ഹരിച്ചു. നമ്മൾ സാധാരണ മീൻ അല്ലെങ്കിൽ ആവറേജ് എങ്ങനെ എടുക്കാറ്? ഇപ്പം രണ്ട് സംഖ്യയുടെ ആവറേജ് എങ്ങനെ എടുക്കുക? a+b/2, എയും ബിയും രണ്ട് വാല്യൂസ് /2. കാരണം എന്താ? 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എത്ര ആളുകളുണ്ട്? n ആളുകൾ. അപ്പം അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതാണ് മീൻ ഫ്രീ പാത്ത് ലാംഡ കാണുന്ന രീതി. ലാംഡ കാണുന്ന ഇക്വേഷൻ മനസ്സിലായോ? ലാസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്താ പറയുന്നത് നോക്കാം. നോക്കുക, ഇവർ തമ്മിൽ ഇടിക്കുന്നുണ്ട് അല്ലേ? നോക്കിക്കോളൂ, ഇടിയുടെ ഒരു രീതി നോക്കിയേ. ഇവർ കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇടിക്കുന്നത്. പക്ഷേ ഇടിക്കാൻ നോക്കൂ, വളരെ കുറച്ച് സമയമേ വേണ്ടൂ. സഞ്ചരിക്കാനാണ് കൂടുതൽ സമയം വേണ്ടത്, പക്ഷേ ഇടി എന്നുള്ള പണി പെട്ടെന്നാണ് കഴിയുന്നത് അല്ലേ? അതാണ് പറയുന്നത്. ഇവിടെ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പം മോളിക്യൂൾസ് വാമായി കഴിഞ്ഞപ്പം ഇവരുടെ ടെമ്പറേച്ചർ കൂടി. ടെമ്പറേച്ചർ കൂടുമ്പം കൈനറ്റിക് എനർജി കൂടി. അപ്പോൾ ആ കൈനറ്റിക് എനർജി കൂടിയപ്പം ഇവരുടെ ചലനം വളരെ സ്പീഡ് കൂടുതലാണ്. പക്ഷെ ഇവർ ഓടി നടക്കുന്നുണ്ട്. എന്തിനാ ഓടുന്നത്? ഇടിക്കാനാണ് ഓടുന്നത്. പക്ഷെ നോക്കൂ, ഇടി ഒരു ഏറ്റവും ചെറിയ സമയം കൊണ്ടാണ് ഇടി കഴിയുന്നത്. സെക്കൻഡ് എന്നൊന്നും പറയാനില്ല. പക്ഷേ ഇവർ സഞ്ചരിക്കുന്ന ദൂരമോ ആ ഇടിയെ അപേക്ഷിച്ച് കൂടുതലാണ്. അതാണ് ലാസ്റ്റ് പോസ്റ്റ്ലേറ്റ്. എന്താണെന്ന് നോക്കാം. ടൈം സ്പെൻഡ് ഇൻ എ കൊളീഷൻ ഇസ് നെഗ്ലിജിബിളി സ്മോൾ. ടൈം സ്പെൻഡ് ഇൻ എ കൊളീഷൻ, ഒരു തവണ ഇടിക്കാനായിട്ട് ചിലവാക്കുന്ന സമയം, ഇസ് നെഗ്ലിജിബിളി സ്മോൾ. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പം? കമ്പയർഡ് ടു ദ ടൈം ടേക്കൺ ടു ട്രാവൽ മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത് എന്താ നമ്മൾ നേരത്തെ കണ്ടു. ഈ മീൻ ഫ്രീ പാത്ത് സഞ്ചരിക്കാൻ ആവശ്യമായ സമയവും കൊളീഷന് ചിലവാക്കിയ സമയം കൂടെ താരതമ്യം ചെയ്യുമ്പോൾ കൊളീഷന് ചിലവാക്കിയ സമയം വളരെ 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 ചെറുതാണ്. നമ്മളിവിടെ കൃത്യമായിട്ട് കണ്ടു എത്ര പെട്ടെന്നാണ് ഇടിച്ചിട്ട് അടുത്ത ഇടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇടി കൊടുത്തു എന്ന് പറയുന്ന സമയം വളരെ വളരെ നെഗ്ലിജിബിളി സ്മോളാണ്. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പം? ലാംഡ, മീൻ ഫ്രീ പാത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അടുത്തത് അതിൻ്റെ കൂടെ തന്നെ ദ മീൻ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇസ് എ കോൺസ്റ്റൻറ്റ് at a given temperature and is proportional to absolute temperature. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ ഈ മോളിക്യൂൾസിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി കൂടുന്നു. അതായത് ദ മീൻ കൈനറ്റിക് എനർജി, മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി ഇസ് എ കോൺസ്റ്റൻറ്റ് at a given temperature. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മീൻ കൈനറ്റിക് എനർജിയും കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജിയും കൂടും. ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആണെങ്കിൽ കൈനറ്റിക് എനർജിയും ഫിക്സ്ഡ് ആണ്. കിട്ടിയോ? അപ്പോൾ ½mv² ഇസ് പ്രൊപ്പോർഷണൽ ടു ടി. ഇതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറുമായിട്ടുള്ള ബന്ധം. ടെമ്പറേച്ചർ കൂടിയാൽ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ കൂടിയാണിത്. ഇതൊരു ഡെറിവേഷൻ്റെ ലാസ്റ്റ് ഇക്വേഷനാണ്. കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ ഉയർന്നാൽ കൈനറ്റിക് എനർജി ഉയർന്നു, ടെമ്പറേച്ചർ താന്നാൽ കൈനറ്റിക് എനർജിയും താഴ്ന്നു. മനസ്സിലായോ? അപ്പോൾ ഒരല്പം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. അതിന് പറയുന്ന പേര് 7 പോസ്റ്റ്ലേറ്റ്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. 7ഉം ഓർത്ത് വെക്കണം. അടുത്ത നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി.
RMS വെലോസിറ്റി എന്താണെന്ന് നോക്കാം. റൂട്ട് മീൻ സ്ക്വയർ. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ്. ആദ്യം നമ്മൾ സ്ക്വയർ ചെയ്യും, പിന്നെ മീൻ ചെയ്യും, പിന്നെ റൂട്ട് എടുക്കും. അപ്പം അങ്ങനെയാണ് ഇത് ഓർത്തെടുക്കാൻ എളുപ്പം. നമ്മൾ എങ്ങനെയാണ് RMS കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്ക്വയറിങ്, ദെൻ ടേക്കിംഗ് മീൻ, ദെൻ ടേക്കിംഗ് റൂട്ട്. ആ 3 സ്റ്റെപ്പ് ഓർത്ത് വയ്ക്കുക. നോക്കാം. അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസസ് ആർ ഇൻ റാൻഡം മോഷൻ. റാൻഡം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർത്താണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടു. സോ ദ ആവറേജ് വെലോസിറ്റി എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റാൻഡം മോഷനിലാവുമ്പോൾ ഒരു ഡയറക്ഷനിൽ പോയി ഇടി കൊടുത്തു, നേരെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോൾ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിപ്പോവും? 0 ആയിപ്പോവും. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്തായിപ്പോവും? 0 ആയിപ്പോവും. ഹെൻസ് വി ഫൈൻഡ് RMS വെലോസിറ്റി. അപ്പോൾ ആവറേജ് വെലോസിറ്റി കണ്ടാൽ എന്താ കുഴപ്പം? അത് 0 ആയി പോകും. അപ്പോൾ ആവറേജ് വെലോസിറ്റി 0 ആവുന്നത് കൊണ്ട് പകരം നമ്മൾ കാണുന്നതാണ് RMS വെലോസിറ്റി ഓഫ് എ മോളിക്യൂൾ, ഒരു മോളിക്യൂളിൻ്റെ. നോക്കാം. Let V1, V2, V3, etc. Vn are the velocities of molecules of the gas at any instant. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ ഒരു മോളിക്യൂളിന് ഏതൊക്കെ ഡയറക്ഷനിൽ വേണമെങ്കിലും പോകാമല്ലോ. അത് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ. ഏതൊക്കെ സ്ഥലത്ത് പോവാം, എത്ര തരത്തിലുള്ള വെലോസിറ്റി വേണമെങ്കിലും ഉണ്ടാവാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്യൂളിന് ഒരു നിമിഷത്തിൽ ഏതെല്ലാം സാധ്യതകളാണുള്ളത്? V1, V2, V3, etc. Vn പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെല്ലാവരും സ്ക്വയർ ചെയ്യണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാവരും സ്ക്വയർ ചെയ്യുക. അപ്പോൾ V1ൻ്റെ സ്ക്വയർ V1 സ്ക്വയർ, V2 V2 സ്ക്വയർ, അങ്ങനെ Vn സ്ക്വയർ. സ്ക്വയർ ചെയ്യുന്ന പണി കഴിഞ്ഞു. അടുത്ത മീൻ കാണുക. എങ്ങനെയാണ് മീൻ കാണുക? എല്ലാം കൂടെ കൂട്ടി n കൊണ്ട് ഹരിക്കുക. എത്ര വെലോസിറ്റീസാണ് ഒരു മോളിക്യൂളിന് ഒരു ഇൻസ്റ്റൻറ്റിൽ പോസിബിൾ ആയിട്ടുള്ളത് ശ്രദ്ധിക്കണം. എ മോളിക്യൂൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഏതൊരു ഇൻസ്റ്റൻറ്റിലും ഒരു മോളിക്യൂളിന് ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. അതിലെല്ലാം കൂടെ ആവറേജ് അഥവാ മീൻ കണ്ടു. ദ ടോട്ടൽ n വെലോസിറ്റീസ് ഡിവൈഡഡ് ബൈ n. ഇനി റൂട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്തു, മീൻ എടുത്തു, റൂട്ട് എടുക്കാൻ പോവാണ്. The root mean square velocity of the molecule is ഈ എടുത്തതിൻ്റെ സ്ക്വയർ ആൻഡ് മീൻ കഴിഞ്ഞതിൻ്റെ സ്ക്വയർ റൂട്ട്. ദ റൂട്ട് എടുത്തിരിക്കുന്നു. റൂട്ട് അണ്ടർ V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് V3 സ്ക്വയർ പ്ലസ് എക്സെട്ര Vn സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ n. അതാണല്ലോ നമ്മൾ എഴുതിയിരിക്കുന്ന V സ്ക്വയർ. അപ്പോൾ ഈ V സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തു കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതിന് എന്ത് വിളിക്കും? VRMS. ഇവിടെ വരെ അത് സ്ക്വയറും മീനും കൂടെ ആയിട്ടുള്ളൂ. ഇവിടെ എത്തുമ്പോഴാണ് അത് 6 കൂടെ ചേർത്ത് VRMS അഥവാ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുക. കിട്ടുന്ന വഴി എന്താണ്? ആദ്യം സ്ക്വയർ എടുക്കുക, ഇതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കുക. ആദ്യത്തെ ജോലി സ്ക്വയർ എടുത്തു, പിന്നെ മീൻ എടുത്തു, പിന്നെ അതിൻ്റെ റൂട്ട് എടുത്തു. കിട്ടിയല്ലോ? RMS വെലോസിറ്റി ഓഫ് എ മോളിക്യൂൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു.